വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും വല്ല ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമ്മളെ മുടിക്ക് നല്ല തിക്നെസ്സും വോളിയവും കിട്ടുന്ന രീതിയിലാക്കാനായിട്ട് അങ്ങനെ മുറ്റു പറഞ്ഞ മുടിയൊക്കെ ഉണ്ടാവില്ലേ, ആ മുടിയൊക്കെ പിറ്റേ ദിവസം നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നല്ല തിക്നെസ്സിൽ നിൽക്കുക. ചിലതിങ്ങനെ ഒട്ടി നിൽക്കും, അതല്ല നല്ല തിക്നെസ്സിൽ എങ്ങനെ നിൽക്കുക എന്നുള്ളത് ഞങ്ങൾ ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടാ. വീഡിയോക്ക് പോവാം, ബാ. ആദ്യം തന്നെ നമ്മൾ നല്ല മുടി നല്ല പോലെ ഈരണം കേട്ടാ. നല്ല പോലെ ഈരിട്ട് ചെട പേർക്കണം. നല്ല പോലെ ഈരണം, നല്ല പോലെ ഈരിട്ട് ചെട പേർക്കണം. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ മുടി ഷാമ്പു ഒന്നും ഇട്ടിട്ടില്ല കേട്ടാ. നീങ്ങനെ ഷാമ്പു ഒന്നും ഇട്ടിട്ടില്ല. വെളിച്ചെണ്ണ ഉണ്ടായത് കഴുകി പോയി ട്ടാ. ഷാമ്പു ഒന്നും ഇട്ടില്ല കേട്ടാ. നമ്മെ മുടിമേലത്തെ ചേട്ടകളെല്ലാം പേർക്കണം നല്ലോണം കേട്ടാ. ഇനിയിപ്പോ നമുക്ക് ചീർപ്പോണ്ട് ഈരടി കിട്ടണില്ലെങ്കിൽ നമ്മൾ ഇത് നമ്മൾ സ്പീഡാക്കേണ്ട. കാരണം എന്താ വെച്ചാൽ നമുക്ക് എല്ലാവരും ഇങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറേ നേരം പഠിക്കുമ്പോൾ ചിലർ പറയില്ല ബോറടിക്കണമെന്ന് പറയില്ല. അപ്പം നമ്മൾ സ്പീഡാക്കി വെക്കേണ്ടിട്ട് അതൊക്കെ ഒന്നുമില്ല. നമ്മൾ അത് മുടി നല്ലോണം ഈരിൽ തന്നെ ചെയ്യണത് കേട്ടാ. നല്ലോണം ഈരി നല്ല ജടമൊക്കെ പേർക്കണം കേട്ടാ. ജടമൊക്കെ പേർത്താലും നമുക്ക് മുടിയൊക്കെ നല്ല സിൽക്കി പോലെ കിട്ടും. ചെട വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈരാനും പറ്റൂലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ അതിങ്ങനെ ഒന്ന് സ്പീഡാക്കിയിട്ട് അങ്ങനെ ഉണ്ടാ. ഇപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ അത് ഇഷ്ടമാവണമെന്നില്ലല്ലോ, നമ്മളിങ്ങനെ കുറേ നേരം ടൈം എടുക്കുമ്പേ. അപ്പോൾ ഞാനത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുടി എടുത്തിട്ട് നമ്മൾ മെടയണം കേട്ടത്. നല്ലോണം വൃത്തിക്ക് ഈരിട്ട് നമ്മൾ ഓരോ ഭാഗമായിട്ട് മെടഞ്ഞിടാം. ചെറിയ ചെറിയ പോർഷനായിട്ട് മെടഞ്ഞിടണം കേട്ടാ. നല്ല വൃത്തിക്ക് വലിച്ച് മെടയണം കേട്ടാ. വലിച്ചിങ്ങനെ വേണ്ട മെടഞ്ഞിടണം. അത് നമ്മൾ തന്നെ മെടയണം ഏറ്റവും നല്ല കേട്ടാ. അങ്ങനെ മെടഞ്ഞ് ഒരേ ഭാഗമായിട്ട് ഇടണം, മെടഞ്ഞിടണം കേട്ടാ. നമ്മൾ ചെയ്ത് കൈ കഴക്കും. ക്ഷമയുള്ളവർക്ക് കുഴപ്പമുണ്ടാവില്ല. പിന്നെ നമ്മൾ വീഡിയോ ഇടുമ്പോൾ മര്യാദക്ക് ഇടണ്ടേ. അതിനെ കൊണ്ട് നമ്മൾ നിന്നിട്ട് അത് ചെയ്തിട്ടാ. അപ്പോൾ ഫുള്ള് വീഡിയോയിൽ ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഞാൻ തന്നെ ഇങ്ങനെ പിരിച്ചിട്ട് കൊടുത്ത് അങ്ങനെ ഒരു വിധനെ നമ്മളത് അവസാനിപ്പിച്ച്. എന്ന് വെച്ചാൽ ഒരു 5-8 പ്രാവശ്യം 5-8 പോർഷനായിട്ട് നമ്മൾ പിരിച്ചിടണം കേട്ടാ. അങ്ങനെ ചെയ്ത് ലാസ്റ്റ് എല്ലാം നമ്മൾ പിരിച്ചിട്ടിട്ടാ. കൂടെ എടുത്തിട്ട് ഇങ്ങനെ കെട്ടി വെക്കാം. കെട്ടി വെച്ചിട്ട് നമ്മുടെയൊക്കെ ബണ്ണുണ്ടെങ്കിൽ ബണ്ണിടാം, അല്ലെങ്കിൽ അങ്ങനെ ചുറ്റി വെക്കാം. ബണ്ണിടുകയാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കും കണ്ട. കെട്ടി അവിടെ വെക്കാം കേട്ടാ. മുടിയൊക്കെ കൂടെ കെട്ടി അവിടെ വെക്ക്. മുടിയൊക്കെ കൂടെ കെട്ടി അവിടെ വെക്കണം കേട്ടാ. രാവിലെ എഴുന്നേറ്റ് ഇതേ ഞങ്ങളത് ഓരോന്നോരോന്ന് അഴിക്കുക കേട്ടാ. അപ്പോൾ അഴിച്ചിട്ട് കാണിച്ചു തരാം കേട്ടാ. അപ്പോൾ ഓരോന്നോരോന്ന് അഴിക്കാണ്. അപ്പോൾ എന്നിട്ട് കാണിച്ചു തരാം കേട്ടാ. അഴിക്കത്. അപ്പോൾ അങ്ങനെ ഞങ്ങളത് അഴിച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്കൊന്ന് ഈരി ശരിയാക്കണം കേട്ടാ. അപ്പം അഴിക്കുമ്പോൾ മുടി ഇങ്ങനെ കിടക്കാം. തിരിഞ്ഞിട്ട് മുടി ഇങ്ങനെ കിടക്കാം കണ്ട. അഴിച്ചു കഴിഞ്ഞാൽ മുടി ഇങ്ങനെ കിടക്കാം. അപ്പം ഇന്നലത്തെ പോലെ അല്ല, നമ്മത് ഇങ്ങനെ പിരിച്ച് ഒരേ ഒരു 7-8 പോർഷനാക്കിയിട്ട് അപ്പോൾ പിരിച്ചപ്പോൾ ഇങ്ങനെ കിടക്കാം കേട്ടാ. കണ്ടില്ലേ? അപ്പം ഇതിൽ കൂടുതൽ പിരിക്കുകയാണെങ്കിൽ ഇതിനെല്ലാം രസമാവും. മുടി ഇങ്ങനെ നല്ല ഭംഗിക്ക് കിടക്കും. എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം ഇരിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ ഇതാവും കേട്ടോ. നല്ലോണം ഇരിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് അതിൻ്റെ ഒരു ലെയർ പോയി കിടക്കണില്ല, അത് പോവും നല്ലോണം ഇരിക്കഴിഞ്ഞാൽ. അപ്പോൾ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. എന്താ ഓക്കെ, നല്ല ഇതിനായിട്ട് കിടക്കണ്ട.
അപ്പൊ നമ്മളെ ഫ്രണ്ടിലായാലും നമുക്ക് ഇങ്ങനെ ഓളിയം തോന്നിക്കും. കാരണം മുടി ഇങ്ങനെ പിരിച്ചിട്ട് കഴിക്കുമ്പോഴേ ചിലർക്ക് മുടി അധികം ഉള്ളില്ലാത്തവരായാലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് മുടി നല്ല ഭംഗിയായിരിക്കുള്ളൂ. അത് ശരിക്കും വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വന്നിറക്കണണ്ട. അങ്ങനെ അടുത്ത് വരുമ്പോ അറിയാം ഇങ്ങനെ ഇങ്ങനെ ഒരേ കട്ട കട്ട പോലെ കിടക്കണണ്ട. എല്ലാവർക്കും മുടി ഉണ്ടെങ്കിൽ നമുക്ക് ചില ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പൊ ഇതുപോലെ ചെയ്തിടാം. തലേ ദിവസം അങ്ങനെ പിരിച്ചിട്ടതിന് ശേഷം മടഞ്ഞിട്ടതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ അഴിച്ചിടാം. എന്നിട്ട് മുടി അധികം ഇടാൻ നിൽക്കരുതിട്ടാ. അപ്പൊ ഫ്രണ്ടായാലും നമുക്ക് ഇവിടെ തോന്നിക്കും. ഫ്രണ്ടിലായാലും നിൽക്കും. അപ്പൊ നമുക്ക് മുടി നമുക്ക് എടുത്തിട്ട് അത് ഓരോരുത്തരും അറിയുന്ന രീതിയിൽ കെട്ടി വെക്കാം. അപ്പൊ ഇതാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടാ. അപ്പോൾ ഇതുവരെ ഞങ്ങളെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി ട്ടാ. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. നമ്മൾ നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരും. എല്ലാവർക്കും താങ്ക് യു.